നമസ്കാരം. ക്രൈസ്തവ ദേവാലയങ്ങളിലെ വിശുദ്ധ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് വചന വായനയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോകാം. കത്തോലിക്ക ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ ലത്തീൻ ദേവാലയങ്ങളിലാണ് ഞാൻ വിശുദ്ധ ബലിയർപ്പണം കൂടുതലായി പങ്കെടുക്കുന്നത്. പലപ്പോഴും വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, വചന വേദിയിൽ നിന്ന് വചനം വായിക്കുമ്പോൾ, ലേഖനം വായിക്കുമ്പോൾ അത് ദേവാലയത്തിൽ ഇരിക്കുന്ന വിശ്വാസികൾക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വായിക്കുന്ന ആളുകൾ വ്യക്തതയില്ലാതെ വായിക്കുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പല ആളുകളും വളരെ മനോഹരമായിട്ട് അതിൻ്റെ അർത്ഥവ്യാപ്തിയോടുകൂടി തന്നെ വായിക്കാറുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. എങ്കിലും പലപ്പോഴും നമ്മുടെ അൾത്താര ശുശ്രൂഷികളായിട്ടുള്ള ആളുകളും മതബോധന വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളും ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, പ്രവാചകന്മാരും മറ്റും എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ വചനം വായിക്കുമ്പോൾ അത് അതേ വ്യക്തതയോടുകൂടി തന്നെ വിശ്വാസികളിലേക്ക് ചെല്ലണമെങ്കിൽ വ്യക്തവും സൂക്ഷ്മവുമായിട്ട് അത് വായിക്കണം. അത് പലപ്പോഴും സംഭവിക്കാതെ പോകുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ചെറുപ്പം മുതൽ അൾത്താര ശുശ്രൂഷിയായിട്ട് കടന്നു വന്നയാളാണ്. ഇന്നും ദേവാലയത്തിലും മറ്റും വിശുദ്ധ ബലിയർപ്പണത്തിൽ വചനവായന നടത്താറുമുണ്ട്. എൻ്റെ ദേവാലയത്തിലും മറ്റ് പല വൈദികരോടും ഒക്കെ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എങ്കിലും പലപ്പോഴും പലയിടത്തും അത് കൂടുതൽ ഗൗരവം കൊടുക്കാതെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ബലിക്ക് വചനം വായിക്കാനായിട്ട്, ലേഖനം വായിക്കാനായിട്ട് അൾത്താരയിൽ പ്രവേശിക്കുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതിനൊരു മുന്നൊരുക്കം നടത്തണം. കഴിയുമെങ്കിൽ തലേ ദിവസം തന്നെ ആ വചനഭാഗം ഒന്ന് നോക്കി അത് വ്യക്തമായി മനസ്സിലാക്കി വേണം ബലിവേദിയിൽ വന്ന് ആ വചനം വായിക്കാനായിട്ട്. ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പണത്തിന് 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് വന്നിട്ട് വചനം എടുത്ത് ഒന്ന് ഓടിച്ചു നോക്കി വന്ന് വായിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റുന്നത്. ഒരു കുത്തോ ഒരു കോമയോ വിട്ടുപോയാൽ, അല്ലെങ്കിൽ ആ വചനം വായിക്കുമ്പോൾ അതിന് പലയിടത്തും പല രീതിയിലുള്ള ഊന്നൽ നൽകേണ്ടതുണ്ട്. ചിലയിടത്ത് ശബ്ദം ഉയർത്തി നാം പറയേണ്ടതുണ്ട്, ചിലപ്പോൾ ശബ്ദം താഴ്ത്തി പറയേണ്ടതുണ്ട്. പ്രവാചകനോ സുവിശേഷകനോ എഴുതി വച്ചിരിക്കുന്നത് എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വചനം വായിക്കുന്ന ആളുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കഥ വായിക്കുന്നത് പോലെയോ നമ്മൾ വെറുതെ വായിച്ചു പോവുകയല്ല വേണ്ടത്. സുവിശേഷകൻ അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ആ ലേഖനം എഴുതിയിട്ടുള്ള ആള് എന്താണോ എഴുതി വച്ചിരിക്കുന്നത് ആ അർത്ഥവ്യാപ്തിയോടുകൂടെ അത് നമ്മുടെ മുന്നിലിരിക്കുന്ന, ദേവാലയത്തിലിരിക്കുന്ന വിശ്വാസികളിലേക്ക് ചെല്ലണം. അങ്ങനെ എത്തണമെങ്കിൽ നാം അത് വളരെ വ്യക്തമായിട്ട് വായിക്കണം. ഒരു വള്ളിയോ പുള്ളിയോ തെറ്റിക്കഴിഞ്ഞാൽ ആ ലേഖകൻ എഴുതി വച്ചിരിക്കുന്ന ആശയം ദേവാലയത്തിലിരിക്കുന്ന വിശ്വാസികളിലേക്ക് എത്താതെ പോകും. പലപ്പോഴും അതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുക്കത്തോടുകൂടെ വേണം ലേഖനം വായിക്കാനായിട്ട്. ലേഖനം വായിക്കാൻ ദേവാലയത്തിൽ പ്രവേശിക്കുന്നയാള് വലിയ വേഷഭൂഷാദികളോടുകൂടെ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കും വിധം വസ്ത്രം ധരിക്കുന്നതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. വ്യക്തമായിട്ട് വായിക്കുക. ആളുകൾക്കൊരു ഐ കോണ്ടാക്ട് കൊടുത്തുകൊണ്ട് വായിച്ചാൽ കുറെ കൂടി നന്നാവും. വായിക്കുന്നതോടൊപ്പം തന്നെ പുസ്തകത്തിൽ മാത്രം നോക്കി വായിക്കാതെ ഒരു ഐ കോണ്ടാക്ട് കൂടി കൊടുത്ത് വായിച്ചാൽ അത് കൂടുതൽ മനോഹരമാവും, ജനങ്ങളിലേക്ക് അത് എത്തും. നന്നായിട്ട് വായിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു വ്യക്തത ഇല്ലാതെ വായിക്കുന്നത് കൊണ്ടിട്ടാണ് അത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സീറോ മലബാർ ലത്തീൻ റീത്തുകളിലെ വിശുദ്ധ ബലിയർപ്പണത്തിലാണ്. സീറോ മലങ്കര റീത്തിൽ കുറെ കൂടി ഭംഗിയായിട്ട് ശുശ്രൂഷികളാണെങ്കിലും മറ്റ് വായിക്കുന്ന ആളുകളും ഒക്കെ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്തപ്പോഴൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പല വൈദികരോടും സന്യസ്തരോടും ഒക്കെ ഇക്കാര്യം നമ്മൾ സൂചിപ്പിക്കുമ്പോഴും അവരത് വലിയ ഗൗരവം കൊടുക്കാതെ ലാഘവത്തോടെ എടുക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പണത്തിൽ വചനം വായിക്കാൻ, ലേഖനം വായിക്കാൻ അൾത്താരയിൽ പ്രവേശിക്കുന്ന ശുശ്രൂഷികളായാലും മറ്റ് ആരായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭക്തിയോടും വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടെ വചനം വായിച്ചാൽ ആ വചനം ആളുകളുടെ, വിശ്വാസികളുടെ മനസ്സിലും ഹൃദയത്തിലും പതിക്കും.
അവിടെ നമുക്ക് വലിയൊരു സമാധാനവും സന്തോഷവും ശാന്തതയും ഒക്കെ ഉണ്ടാവും. ഇത് മനസ്സിൽ വയ്ക്കുക. നമ്മുടെ മതാധ്യാപകരും വൈദികരും സന്യസ്തരും ഒക്കെ ഇതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.